ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയട്ടെ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ശിലമ അസാധ്യമായിട്ട് പെയിൻറ് ചെയ്യും. കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷെ കൂടുതൽ അറിയാനായിട്ടുള്ളൊരു വിശേഷം ഞാൻ പറയാം. ഇനി വരാനിരിക്കുന്ന ഒരു എക്സിബിഷൻ ഉണ്ട്. അതായത് ഷീലാമ്മ വരച്ച പെയിൻറ്റിങ്സ് ഒക്കെ ഒരു എക്സിബിഷനിൽ വെക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഷീലാമ്മ തന്നെ പറയട്ടെ. അതെ, ഞാൻ ആദ്യം ഒരു എക്സിബിഷൻ വെച്ചു. ഒരു നമ്മുടെ ഇവിടെ വന്ന് ഭയങ്കര ഒരു വെള്ളത്തിൻ്റെ ദുരിതം വന്ന് എല്ലാവരും പോയില്ലേ. അപ്പോൾ അവിടെ നീ മെറിഡിയനിൽ വെച്ച് കൊച്ചിയിൽ വെച്ച് ഒരെണ്ണം ചെയ്തു. അതിൽ കിട്ടിയ കാശ് മുഴുവനും ഞാൻ അവർക്ക് അതിനു വേണ്ടിയുള്ള സഹായത്തിന് കൊടുത്തു. എല്ലാ കാശും മുഴുവനും കൊടുത്തു. രണ്ടാമത് വന്ന് യു എസിൽ വെച്ച് ഒരെണ്ണം ചെയ്തു. അത് എനിക്ക് വേണ്ടി ആ കാശ് ഞാൻ എടുത്തു. ഇപ്പോൾ മൂന്നാമത് ഒരെണ്ണം ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് കാലിക്കറ്റിൽ ഏപ്രിൽ 3 തുടങ്ങുന്നു. ഏപ്രിൽ 3 മുതൽ 15 ദിവസത്തേക്കുള്ള ഒരു എക്സിബിഷനുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി. നമ്മുടെ നാട്ടിൽ അതും കേരളത്തിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അതും കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് മായം കലർന്ന ഊണാണോ ഇല്ല കർമ്മവിനയാണോ എന്തോ നമുക്കറിയില്ല, ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന സഹായം ദൈവം സഹായിച്ച് എനിക്ക് ദൈവം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ അങ്ങനെയാണെങ്കിൽ അത്രയൊന്നുമില്ല. എൻ്റെ തകുതിക്ക് തന്ന മാതിരി ദൈവം എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും മനസ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. അവിടെ ഉള്ള ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി നിങ്ങളും കൂടെ ഒരെണ്ണം നടത്തുന്നുണ്ട് കേട്ടു. നല്ലതുപോലെ ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഇങ്ങനെ മനസ്സുള്ളത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് ഇത്രയും ബ്യൂട്ടിയൊക്കെ കിട്ടത്തുള്ളൂ. എന്ത് സുന്ദരിയാണ്. ഇത് കൊള്ളാം. ശരിക്കും വലിയ കാര്യമാണമ്മ. കാരണം ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വാവകൾ ഉൾപ്പെടെ ചിലരൊക്കെ പറയുന്നത് ക്യാൻസർ വരുന്നത് പുകയില കാരണം, അല്ലെങ്കിൽ അത് വലിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ മദ്യപിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയാം. അപ്പോൾ ചെറിയ വാവകളോ? നമുക്ക് അങ്ങനെ ഒരു ചോദ്യം തന്നെ പറയാനൊക്കെയില്ല. നമുക്ക് മറുജന്മത്തിലൊരു, ഞാൻ ക്രിസ്ത്യനാണ്, എന്നാലും ഹിന്ദുസാണ് മറുജന്മത്തിൽ വിശ്വസിക്കുന്നത്. നമുക്ക് മറുജന്മത്തിൽ വിശ്വാസം വന്നു പോകുന്നു. കാരണം കൊച്ചു കുട്ടികളൊക്കെ വരയ്ക്കും ജനിക്കുമ്പോൾ തന്നെ കണ്ണില്ല, കൈയില്ല, അല്ലെങ്കിൽ കൈ ഇതുവരെയ്ക്കും കൈയില്ല, ക്യാൻസർ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇവരെന്തോ ചെയ്തിട്ടുണ്ടെന്നോ പറയുന്നതിൽ അർത്ഥമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവർക്കിത് വരേണ്ട. ഇപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തെങ്കിൽ നമ്മൾ പ്രായമായതിനു ശേഷമാണ് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന അട്ടഹാസങ്ങളൊക്കെ എല്ലാം വന്ന് നമുക്ക് ഇത് കിട്ടും. പക്ഷേ ഈ ജനിച്ച പിള്ളേർക്ക് എങ്ങനെ വരും? അവർക്ക് വരയ്ക്കുന്നുണ്ട്, ഷുഗറുണ്ട്, ഇതിലൊക്കെ എനിക്ക് ഒരുപാട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ദൈവം എനിക്ക് ഒരളവിനെ എല്ലാം ചെയ്തിട്ടുള്ളൂ. എനിക്ക് ജീവിക്കാനുള്ള അളവിന്. അത് കാരണമാണ് എനിക്ക് ചെയ്യാവുന്നത്. എനിക്ക് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ പെയിൻറ്ററാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ ചെന്നൈയിലൊക്കെ റോട്ടിൻ്റെ അവിടെയൊക്കെ മുഴുവനും ഈ ഭിത്തി മുഴുവനും അവർ എന്ത് ഭംഗിയായിട്ടാണ് വരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ബാനറുകളൊക്കെ വരയ്ക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് ഓരോ ആർട്ടിസ്റ്റ് വരയ്ക്കുന്നത്. അതിൽ 1000-1 പോലും ഞാനില്ല. പക്ഷേ ഞാൻ ചെയ്ത ഷീല എന്നുള്ളൊരു പേര് അതിലുണ്ട്. എപ്പോഴും ഒരു ഫേസ് വാല്യൂ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എന്തോ കുത്തിക്കുരുക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണം. ചുമ്മാ നിങ്ങൾ സഹായിക്കുന്നതിനേക്കാൾ ഇതിനു വേണ്ടി ഒരു ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ മനുഷ്യർക്ക്, ഏത് മനുഷ്യനും ഉണ്ടാവും മനസ്സിൻ്റെ അകത്ത് ഇത് ചെയ്യണമല്ലോ എന്നൊരു മനുഷ്യനുണ്ടാവും. അതിനൊരു സന്ദർഭമാണ്. 15 ദിവസത്തേക്കുള്ള എക്സിബിഷനാണ്. ആദ്യത്തെ 2 ദിവസത്തിലെല്ലാം വിറ്റുപോയി എന്ത് ചെയ്യും? അങ്ങനെ അത് വിറ്റുപോകുന്നൊന്നും പറയാനൊക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ എല്ലാ മിക്കവാറും പെയിൻറ്റിങ്ങളൊക്കെ രവി പിള്ള എന്നുള്ളൊരു അങ്ങേരും പിന്നെ സോമതീരത്തിൻ്റെ ബേബി മാത്യു, ഇവർ 2 പേരും എല്ലാം അങ്ങ് മേടിച്ചു. പിന്നെ വിറ്റുപോകാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ സോൾഡ് എന്ന് എഴുതി വെച്ചുവല്ലോ. അപ്പോൾ അവർക്ക് അത്രയും മനസ്സിലായി. കാരണം അവർക്ക് അത്രയും സഹായിക്കണം എന്നുണ്ടായിരുന്നു മനസ്സിന്. ആ വെള്ളപ്പൊക്കത്തിൽ വന്ന ആൾക്കാരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തത്. നല്ല മനസ്സ് ബേബി മാത്യുവിനും ഇവർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ലേ. ചെന്നൈയിൽ എത്ര വർഷമായി അവിടെ സ്റ്റേ ആയിട്ട്? എനിക്ക് 13 വയസ്സ് മുതൽ ഇതുവരെയ്ക്കും ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ കേരളത്തെ മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. കേരളത്തെ മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പം പറഞ്ഞ കാര്യങ്ങളും. കാരണം പ്രളയ സമയത്ത് ചെന്നൈയിലായിരുന്ന ഷീലാമ്മ നമ്മളെ മറന്നിട്ടില്ല. നമ്മൾ മലയാളികളെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. പകുതി ദിവസം ഞാൻ ഇവിടെ ഷൂട്ടിങ് അത് ഇതെല്ലാം ഇവിടെ തന്നെ ഇവിടെ വന്നും പോയോണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ തന്നെ പടങ്ങൾ അഭിനയിക്കാവുന്ന 3-4 പ്രാവശ്യം ഞാൻ വരുന്നുണ്ടല്ലോ കേരളത്തോട്ട്.